തെരുവുപട്ടിയുടെ ആക്രമണം മൂലം വാഹനങ്ങൾ ആക്സിഡന്റ് ആവുകയും പരിക്ക് പറ്റുകയും അക്കാരണത്താൽ മരിച്ചുപോവുകയും ചെയ്യുന്ന മനുഷ്യജീവിതത്തിന്റെ കഥ. അങ്ങനെ ഒരു കൊച്ചു കഥയാണ് ഞാൻ ഇവിടെ മോളെ എക്സിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്. മോളെ മീനുട്ടി, നീ എവിടെ പോയി കിടക്കുക കുട്ടി? ശാന്തേച്ചി, മീനുട്ടി എവിടെയുണ്ടോ? നീ വിഷമിക്കണ്ട രേണു, അവളുടെ അമ്മുക്കുട്ടിനൊപ്പം കളിച്ചോണ്ടിരിക്കുക. കുളിമുറിയിൽ തെന്നി വീണെന്ന് മീനൂട്ടി പറഞ്ഞല്ലോ. കാലിനിപ്പോ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നു ശാന്തേച്ചി, നല്ല നീരുണ്ട്. അധികം നടക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞ്. വേഗം വാട്ടോ മീനൂട്ടി. അമ്മ ഞാൻ ഇപ്പൊ വരാം. അമ്മ ചേച്ചി കളിക്കുന്ന ഓടി വന്നതാ. മീനൂട്ടി, മീനൂട്ടി. അമ്മ അച്ഛൻ വന്നു. ഇന്നച്ഛൻ നേരത്തെയാ? ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, നീ അമ്മയെ സഹായിച്ചോ മീനൂട്ടി? ഞാൻ അടിച്ചു വാരാനും പാത്രം കഴുകാനും ഒക്കെ സഹായിച്ചു. ഇനി ഞാൻ വലുതായി ഡോക്ടർ ആകുമ്പോൾ എല്ലാവരെയും സഹായിക്കും. മീനൂട്ടി കുട്ടി അച്ഛന്റെ പൊന്നുമോൾ തന്നെ. അതേ ബാലേട്ടാ, നാളെ മോളെ സ്കൂളിലേക്ക് അയക്കണത് എനിക്ക് പേടിയാണ്. ഈ കാലം വെച്ചെങ്ങനെ ഞാൻ എൻ്റെ മോളെ സ്കൂളിലേക്ക് വിടുക? നാട്ടിലെല്ലാം തെരുവുപട്ടിയുടെ ആക്രമണ. ഞാൻ എങ്ങനെ എൻ്റെ കുട്ടിയെ നാളെ സ്കൂളിലേക്ക് വിടുക? നീ വിഷമിക്കണ്ട രേണു, അവൾക്ക് കൂട്ടിന് അമ്മുക്കുട്ടില്ലേ, അവൾ നോക്കിക്കോളും നമ്മുടെ മോളെ. നീ വിഷമിക്കണ്ട കേട്ടോ. അമ്മ, അമ്മു ചേച്ചി വന്നു. ഞങ്ങൾ ഇപ്പൊ സ്കൂളിൽ പോയിട്ട് വരാട്ടോ. ശരി മക്കളെ. മോളെ മീനൂട്ടി സൂക്ഷിച്ചു പോണേ മോളെ. ചേച്ചി പേടിയാവുന്നു. പേടിയാവുന്ന അമ്മ ചേച്ചി. നീ പേടിക്കണ്ട മീനൂട്ടി. അമ്മുക്കുട്ടില്ല കൂട്ടിനെ. പട്ടികൾ ഓടി വന്ന നമുക്ക് ഏതെങ്കിലും വീട്ടിൽ ഒളിക്കാട്ടോ. നീ പറഞ്ഞത് ശരിയാ മീനൂട്ടി. പട്ടികൾ നമ്മുടെ നേരെ ഓടി വരുന്നുണ്ട്. ഓടിക്ക മീനൂട്ടി. അയ്യോ അച്ഛാ, അമ്മ എന്നെ കടിക്കല്ലേ. അയ്യോ അച്ഛാ, അമ്മ എന്നെ കടിക്കല്ലേ. മോളെ മീനൂട്ടി, എഴുന്നേൽക്ക് മോളെ. അയ്യോ, ആരെങ്കിലും എന്റെ മോളെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവ്. എന്റെ മോൾക്ക് എന്താ പറ്റിയ ഡോക്ടർ? തെരുവ് നായ്ക്കൾ എന്റെ മോൾ വലിച്ചു കീറിയില്ല. എന്റെ ഈശ്വര. ഡോക്ടർ, എന്റെ മോൾക്ക് ഇഞ്ചക്ഷൻ എടുത്തോ ഡോക്ടർ? അവൾ എനിക്ക് തിരിച്ചു തരണേ എന്റെ ഡോക്ടർ. നിങ്ങൾ വിഷമിക്കാതിരി. കുട്ടിയെ വന്നപ്പോൾ തന്നെ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തു. മുഖത്തിനാണ് ഏറ്റവും കടിയേച്ചിട്ടുള്ളത്. നിങ്ങൾ വിഷമിക്കാതിരി. മോളെ മീനൂട്ടി, എന്തെങ്കിലും കഴിക്കും മോളെ. ആദ്യം മോൾക്ക് ഇഷ്ടപ്പെട്ട പാൽത്തേനി കൊണ്ടുവന്നിട്ടുണ്ട്. അവൾക്ക് പനിയുള്ളത്. എന്തെങ്കിലും കഴിക്കും മോളെ. എനിക്കൊന്നും പനി പോയിട്ട് ഉമ്മനീർ പോലും ഇറക്കാൻ പറ്റുന്നില്ല. വെള്ളം കാണുമ്പോ പേടിയാവുന്നു. ഞാൻ മരിച്ചു പോവെന്റെ അമ്മേ. അയ്യോ, എന്റെ മോൾക്ക് ഒന്നും സംഭവിക്കില്ല കേട്ടോ. കുട്ടിയെ നമ്മൾ വേറെ റൂമിലേക്ക് മാറ്റുകയാണ്. അവൾക്ക് നല്ല വെയ്യയും പനിയുമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. എന്റെ രേണു, അവള് നമ്മളെ വിട്ടുപോയി. അവള് നമ്മളെ വിട്ടുപോയി. ഞാൻ എനിക്കിത് സഹിക്കാൻ കഴിയില്ല. 15 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ നിധിയാണ് നമ്മളുടെ ഏക പ്രതീക്ഷ. അവൾ ആയിരുന്നില്ല ബാലേട്ട. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, എല്ലാം തകർന്നില്ലേ മീനൂട്ടി? ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും നമ്മുടെ മോൾ എന്താ ഡോക്ടർ നമുക്ക് നഷ്ടമായത്? പിടിച്ച നാടുകടി തലക്ക് ഭൂമിയിലെ പെട്ടെന്ന് വാർസുകൾ തലച്ചോറിലെത്തും. ഇഞ്ചക്ഷൻ എടുത്താൽ പോലും ചിലപ്പോൾ നമ്മൾ നിസ്സായരാകും. ഒരു ഒറ്റ വെള്ളം കുടിക്കാതെയാണ് എന്റെ ദയനീയമായി മരിച്ചത്. ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഈ ഗതി. അതെ, സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ ഭരണഘടന ഒരു പൗരൻ നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഒന്നാണ്. ഇതിനൊക്കെ പരിഹാരം കാണാൻ അധികാരികൾ കണ്ടുറന്നേ മതിയാവൂ. അഥവാ നടപടി
എടുത്താൽ തന്നെ അതിനെതിരെ പ്രതിഷേധവുമായി എത്തുന്ന മൃഗസ്നേഹികളോട് നിങ്ങളോട് ചോദ്യം, നാളത്തെ കുടുംബ